ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിട്ടുള്ള BEd, PG എന്നീ കോഴ്സുകളിലേക്ക് നമ്മളെല്ലാവരും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും എന്താണ് അപേക്ഷിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ പലർക്കും പല ന്യൂസും അറിയാതെ പോകുന്നുണ്ട്. അത് കാരണം ഒരുപാട് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. കാരണം നമ്മൾ അലോട്ട്മെൻറ്റ് അറിഞ്ഞില്ല, അല്ലെങ്കിൽ പോയി ചേർന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ന്യൂസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ PGയുടെ കാര്യം പറയുകയാണെങ്കിൽ PG നമുക്കറിയാം, PGയുടെ കൊടുക്കേണ്ട തീയതി ഇന്ന് വരെ, അതായത് ജൂലൈ 8 വരെ കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ എല്ലാവരും പോയിട്ട് ഇനിയും കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുക്കുക എന്ന് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് വരെയാണ് ഓൺലൈനിലുള്ള അപേക്ഷിക്കേണ്ട അവസാനത്തെ ഡേറ്റ് ആയിട്ട് പറയുന്നത്. അതിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ആ ഒരു ന്യൂസുമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ BEdനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നത്. BEdൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ അലോട്ട്മെൻറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. BEd പ്രവേശനത്തിൻ്റെ ഒന്നാം അലോട്ട്മെൻറ്റും BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതിന് അതൊക്കെ റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ ആയ 135, ഈ വിഭാഗങ്ങൾക്കൊക്കെ 135, മറ്റുള്ളവർക്ക് 540 രൂപയാണ് മാൻഡേറ്ററി ഫീ വരുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ഫീ നിർബന്ധമായിട്ടും അടയ്ക്കണം. ഇത് അടയ്ക്കാത്ത പക്ഷം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണ്. കാരണം നമ്മൾ ഈ ഒരു ഫീ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഈ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും തുടർന്ന് നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്ന് തന്നെ പുറത്താവുന്നതാണ്. അപ്പോൾ ഈ മാൻഡേറ്ററി ഫീ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും കിട്ടിയവരൊക്കെ, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചവരെല്ലാവരും ഇത് തന്നെ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അടയ്ക്കേണ്ടതിൻ്റെ അവസാനത്തെ ഡേറ്റ് വരുന്നത് 10 10 4 മണിക്ക് മുമ്പായിട്ട് നമ്മളെല്ലാവരും ഈ ഒരു മാൻഡേറ്ററി ഫീ അടച്ച് തീർക്കേണ്ടതാണ്. ഓക്കെ. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ മാൻഡേറ്ററി ഫീസ് അടക്കാത്തവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നു. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. 6 മുതൽ 10 4 വരെയാണ് ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഹയർ ഓപ്ഷനൊക്കെ കിട്ടണമെങ്കിലൊക്കെ ഈ ഒരു മാൻഡേറ്ററി ഫീ കൊടുക്കണം. ഇത് കൊടുക്കാത്ത പക്ഷം നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പിന്നെ പുറത്താകുന്നതാണ്. അപ്പോൾ ഈ മാൻഡേറ്ററി ഫീ എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ. പിന്നെ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായി പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ അവിടെ അഡ്മിഷന് പോകുമ്പോൾ നിർബന്ധമായിട്ടും അവിടെ ചോദിക്കും. അപ്പോൾ നിങ്ങളത് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർ അഡ്മിറ്റ് കാർഡ് എടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ സ്ഥിര അഡ്മിഷൻ എടുക്കണം. കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക പോസ് ചെയ്തിട്ട്. ഓക്കെ. ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സൗകര്യപ്രദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഈ ഒരു മാൻഡേറ്ററി ഫീ എന്നുള്ള കാര്യം പലർക്കും അറിയാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഓക്കെ. അപ്പോൾ നിർബന്ധമായും ലഭിച്ചവരൊക്കെ ഈ ഫീ അടയ്ക്കേണ്ടതാണ്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.